ദൈവത്തിന്റെ ഒരു പദ്ധതി, ദൈവരാജ്യം എന്ന് പറയുന്ന ഒരു പദ്ധതി അല്ലേ, അത് നിർത്തൽ ചെയ്തിട്ടാണ് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ പദ്ധതി ദൈവം തുടങ്ങിയത് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ എല്ലാ ജനവും ചോദിക്കാറുണ്ട്, ഇന്ന് വിശ്വാസഗോളത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന് പറയുന്ന പെന്തക്കോസ്ത് അടക്കം അങ്ങനെ ഉന്നതമായ ആത്മിക ഗുരുക്കന്മാരടക്കം പറയുന്നൊരു കാര്യമുണ്ട്, ഓ ദൈവത്തിന്റെ പദ്ധതി നടപ്പിലാക്കാൻ ദൈവത്തിന് കഴിവില്ലാതെ പോയത് കൊണ്ടാണോ ഇങ്ങനെ ഒരു ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന പദ്ധതി ഉണ്ടാക്കിയത് എന്നവർ ചോദിക്കാറുണ്ട്. നമ്മളെ കളിയാക്കുന്നതാ. നമ്മൾ പറയുന്നല്ലോ, ദൈവരാജ്യം എന്ന് പറയുന്ന ഒരു പദ്ധതി യഹൂദൻ തിരസ്കരിച്ചത് കൊണ്ട് അതിനെ നിർത്തൽ ചെയ്തുകൊണ്ടാണ് പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ അനാദികാലം മുതലേ മറഞ്ഞിരുന്നൊരു മാർമിക സത്യം വെളിപ്പെടുത്തി കൊടുക്കുകയും അതിലൂടെ ക്രിസ്തുവിന്റെ ശരീരമായ സഭയെ പണിതെടുക്കുന്നതും റാപ്ചറിൽ നമ്മെ ദൈവം ചേർത്ത് കഴിഞ്ഞാൽ നിർത്തിവെച്ചിരിക്കുന്ന ദൈവരാജ്യം വീണ്ടും പുനരാരംഭിക്കുമെന്നുള്ള സത്യം നമ്മളിങ്ങനെ പറയുമ്പോൾ ജനം പറയുകയാണ്, ഓഹോ ദൈവത്തിന് തീരെ കഴിവില്ലാത്തൊരു ദൈവത്തെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? ദൈവം ഒരു പദ്ധതി തുടങ്ങി, അത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ദൈവം വേറൊരു പദ്ധതി ചെയ്തു. അവരിങ്ങനെ കൂടി പറഞ്ഞു, ചിലരൊക്കെ ദോശയ്ക്ക് കലക്കി വെച്ചത് ശരിയാവാതെ വന്നപ്പോൾ ഇഡലി ഉണ്ടാക്കി, അങ്ങനത്തെ ഒരു ദൈവത്തെയാണോ നിങ്ങൾ ആരാധിക്കുന്നതെന്ന് വളരെ പുച്ഛത്തോടു കൂടെ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. ഒന്ന് ചെയ്തത് പാഴായിപ്പോയി, അപ്പോൾ എന്ത് ചെയ്തു? വേറൊന്ന് ചെയ്തു. അങ്ങനെയാണോ സംഭവം? നമ്മൾ അങ്ങനെയാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരിക്കലുമല്ല.